To view this video in English, please click the link given above. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് മനസ്സിലാക്കി, പിന്നെ ഇനർഷ്യ എന്നൊരു തത്വവും അതെങ്ങനെ ഫസ്റ്റ് ലോ ആയിട്ട് കണക്ട് ചെയ്യുന്നു എന്നും മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത് മറ്റൊരു കോൺസെപ്റ്റായ മൊമെൻറ്റത്തെക്കുറിച്ചാണ്. ഈ മൊമെൻറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ വരുന്നത്. അപ്പോൾ മൊമെൻറ്റം മനസ്സിലാക്കിയാലാണ് നമുക്ക് സെക്കൻഡ് ലോയിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ മൊമെൻറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു മൂവിങ് ബോഡിയെ സങ്കല്പിക്കുക. അപ്പോൾ മൂവിങ് ബോഡിയെക്കുറിച്ച് പറയുമ്പോൾ അതിലെ രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മാസ്, മറ്റൊന്ന് വെലോസിറ്റി. ഇത് രണ്ടിനെ അനുസരിച്ചാണ് ഈ മൊമെൻറ്റം ഉള്ളത്. അപ്പോൾ ഈ മാസ് ചേഞ്ച് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ചെയ്താലും അതിൽ മൊമെൻറ്റത്തിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട്. നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് എടുക്കാം. ആദ്യത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കയ്യിൽ രണ്ട് ബോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ക്രിക്കറ്റ് ബോളും ഒരു ടെന്നീസ് ബോളും. നമുക്കറിയാം ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവിയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് M1 എന്ന് എടുത്താൽ ടെന്നീസ് ബോൾ സോഫ്റ്റർ ആണ് M2. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ ചെറിയ ഈ ലോക്കൽ ഗെയിംസ് ഒക്കെ നടത്തുമ്പോഴേക്കും നമ്മൾ ക്രിക്കറ്റ് ബോൾ കൊടുക്കാറില്ല. പകരം കുട്ടികൾക്ക് ടെന്നീസ് ബോൾ കൊടുത്താണ് പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. കാരണം അത് വന്ന് അടിച്ചാലുള്ള ഇഞ്ചുറി കൂടുന്നത് കൊണ്ടാണ്. പക്ഷേ പ്രൊഫഷണൽ കളിക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ കറക്റ്റായിട്ടുള്ള ആ വെയിറ്റ് ഉള്ള ബോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ മാസ് കൂടുതലാണ് അല്ലേ. അപ്പം മാസ് ഡിഫറൻ്റ് ആണ്. പക്ഷേ ഈ രണ്ട് ബോൾസും നമ്മൾ ഒരേ വെലോസിറ്റിയിൽ എറിഞ്ഞു എന്ന് വിചാരിക്കുക. രണ്ടിൻ്റെ വെലോസിറ്റി V ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഏതിനെ സ്റ്റോപ്പ് ചെയ്യാനായിരിക്കും നമുക്ക് കൂടുതൽ ഫോഴ്സ് വേണ്ടി വരിക? തീർച്ചയായിട്ടും മാസ് കൂടുതലുള്ള ക്രിക്കറ്റ് ബോളിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കണം. അതേസമയം ഒരു ടെന്നീസ് ബോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ അത്രയ്ക്ക് ഫോഴ്സ് വേണ്ട. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്മളെ ഹിറ്റ് ചെയ്താലുള്ള ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു ക്രിക്കറ്റ് ബോൾ വന്ന് കൊണ്ടാലുണ്ടാവുന്ന ഇഞ്ചുറിയും ഒരു ടെന്നീസ് ബോൾ വന്ന് കൊണ്ടാലുണ്ടാവുന്ന ഇഞ്ചുറിയും വ്യത്യാസമാണ് അല്ലേ. ക്രിക്കറ്റ് ബോൾ കൂടുതൽ ഡേഞ്ചറസ് ആവും. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എടുക്കുക. അവിടെ രണ്ട് ക്രിക്കറ്റ് ബോൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും മാസ് എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷേ നമ്മൾ രണ്ട് വെലോസിറ്റിയിലാണ് അതിനെ എറിയുന്നത്. ഒന്നിൻ്റെ വെലോസിറ്റി V1 മറ്റേത് V2 എന്ന് എടുക്കുക. ഇനിയിപ്പോൾ സപ്പോസ് ആദ്യത്തേതിൻ്റെ വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ രണ്ട് ക്രിക്കറ്റ് ബോൾ ഒന്ന് ഹൈ വെലോസിറ്റിയിൽ എറിഞ്ഞു, രണ്ടാമത്തേത് ഒരു ചെറിയ വെലോസിറ്റിയിൽ എറിഞ്ഞു. പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് വന്ന് കൊണ്ടാൽ ഏതാ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? നമ്മുടെ കൂടുതൽ വെലോസിറ്റിയിൽ വരുന്ന ഇതാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാസ് ഡിപ്പെൻഡ് ചെയ്യും, വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഈ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇതിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയുന്നത്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതിനെ P എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, സോ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിൻ്റെയും വെലോസിറ്റിയും കൂടി ഗുണിച്ചാൽ കിട്ടുന്നതാണ് മൊമെൻറ്റം. മാസ് ചേഞ്ച് ചെയ്താലും മൊമെൻറ്റം വ്യത്യാസം വരും, വെലോസിറ്റി ചേഞ്ച് ചെയ്താലും മൊമെൻറ്റം വ്യത്യാസം വരും. അപ്പോൾ ഈ മൊമെൻറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്? ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇതൊരു സ്കേലർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? സ്കേലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് പക്ഷെ ഡയറക്ഷൻ ഇല്ല അല്ലേ. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് രണ്ട് കാര്യങ്ങളുടെ പ്രോഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ പക്ഷേ മാസ് എന്ന് പറയുന്നത് സ്കേലർ ആണ്, വെക്റ്റർ എന്ന് വെച്ചാൽ ഡയറക്ഷണൽ ആണ്. അതായത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ മൊമെൻറ്റം ആസ് സച്ച് എന്തായിരിക്കും? ഓൾ ടുഗെദർ മുഴുവനായിട്ട് നോക്കിയാൽ മൊമെൻറ്റവും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. കാരണം വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് അൾട്ടിമേറ്റ്ലി മൊമെൻറ്റത്തിനും ഡയറക്ഷൻ ഉണ്ട്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഇതിൻ്റെ SI യൂണിറ്റ് നോക്കിയാലോ. മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം അല്ലേ. വെലോസിറ്റിയുടെയോ? മീറ്റർ പെർ സെക്കൻഡ്. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ. ഈ എസ് ഡിനോമിനേറ്ററിന് ന്യൂമറേറ്ററിൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? S to the power of -1 എന്ന് വരും. കിലോഗ്രാം MS to the power of -1. ഇനി ഈ മൊമെൻറ്റം സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കാം. അതായത് ഈ മൊമെൻറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഫോഴ്സുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണ് എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് അനുസരിച്ച് the rate of change of momentum of a body is directly proportional to the applied unbalanced force. അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ചേഞ്ച് ആവുമ്പോൾ മൊമെൻറ്റം നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരേ വസ്തുവിൻ്റെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. ഇനി ആ ചേഞ്ച് റേറ്റ് ഓഫ് ചേഞ്ച്, റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യത്തിനും ടൈം എന്നുള്ളൊരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് അത് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു 10 ബുക്ക് മേശപ്പുറത്ത് അടുക്കി വയ്ക്കാൻ എനിക്ക് 2 മിനിറ്റ് സമയം വേണ്ടി വന്നു എന്ന് വിചാരിക്കാം. അതേസമയം എൻ്റെ ഫ്രണ്ട് അത് 4 മിനിറ്റ് കൊണ്ട് 20 ബുക്ക് അടുക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടൈം കണക്കാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തത്? എൻ്റെ ഫ്രണ്ടാണ് ചെയ്തത്. കാരണം 20 ബുക്ക് വെച്ചു, ഞാൻ എത്രയേ വെച്ചുള്ളൂ? 10 ബുക്കേ വെച്ചിട്ടുള്ളൂ. ഇനി ഞങ്ങൾ ചെയ്ത ജോലിയുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ 2 മിനിറ്റിൽ 10 ബുക്ക് വെച്ചു, എൻ്റെ ഫ്രണ്ട് 4 മിനിറ്റിൽ 20 ബുക്ക് വെച്ചു. സെയിം അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റേറ്റ് കണക്കാക്കുന്നത്. എന്തിൻ്റെ കൂടെയും ടൈം എന്നൊരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് റേറ്റ് ആവും. അപ്പോൾ ഇവിടെ എന്താ നോക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ചേഞ്ച് ആകുന്നതിൻ്റെ റേറ്റിന് ആര് പ്രൊപ്പോർഷനാണ്? അപ്ലൈഡ് ഫോഴ്സ് അതിന് പ്രൊപ്പോർഷനാണ്. നമുക്കിത് എങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ബോഡി മാസ് എം ഉണ്ട്. ഓക്കെ, അത് യു എന്നുള്ള വെലോസിറ്റിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉപയോഗിക്കാതെ ഇതിൻ്റെ വെലോസിറ്റി നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, എഫ്. അപ്പോൾ എന്ത് പറ്റി? അപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റം എത്രയാണ്? പി എന്ന് പറയുന്നത്. മൊമെൻറ്റത്തിന് നമ്മൾ പി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പി ഈസ് ഈക്വൽ ടു എം യു അല്ലേ? പക്ഷേ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ബോഡിയുടെ ഇതിൻ്റെ മാസ് എം തന്നെയാണ്, പക്ഷെ അതിൻ്റെ വെലോസിറ്റി എന്തായിട്ട് മാറി? വി ആയിട്ട് മാറി. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം എത്രയായി? എം ഇൻറ്റു വി അല്ലേ? ഇനി ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്തായിരിക്കും? ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്തായിരിക്കും? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം, ദാറ്റ് ഈസ് എം വി മൈനസ് എം യു അല്ലേ? ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്തായിരിക്കും? എം വി മൈനസ് എം യു അപ്പോൾ ടൈം. നമ്മൾ ടൈമും കൂടെ എടുത്തപ്പോഴാണ് എന്തായത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അതെന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം is equal to, നമുക്ക് എം വി മൈനസ് എം യു എന്നിൽ എം കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ വി മൈനസ് യു അപ്പോൾ ടി എന്ന് കിട്ടി. പക്ഷേ ഈ വി മൈനസ് യു എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അല്ലേ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി അപ്പോൺ ടൈം. അത് നമ്മൾ എന്താണെന്ന് കണ്ടിട്ടുണ്ട്? ആക്സിലറേഷൻ ആണെന്ന് മനസ്സിലാക്കി. അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളതിനെ ആക്സിലറേഷൻ എന്ന് പറയും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ, ബിക്കോസ് വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. അപ്പോൾ നമുക്ക് എം ഇൻറ്റു എ എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഈ ലോ അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇവിടെ നമുക്കത് എം ഇൻറ്റു എ ആണെന്ന് കിട്ടി. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് എന്ത്? ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം അഥവാ എം എ. അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണൽ സൈനെ നമ്മൾ മാറ്റണമെങ്കിൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യണം. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലെറ്റർ ആൽഫബറ്റ് എന്ന് പറയുന്നത് കെ ആണ്. അപ്പോൾ നമുക്കിതിനെ റീറൈറ്റ് ചെയ്യാം. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ആക്കുമ്പോൾ നമുക്ക് കെ എന്നൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം ഇൻറ്റു എം എ. ഓക്കെ, ഇനി ഈ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഫോഴ്സ് ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം, 1 ന്യൂട്ടൺ ഓഫ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ് ഓൺ എ ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം. അതായത് 1 കിലോഗ്രാം വെയിറ്റ് ഉള്ള, എല്ലാം നമ്മൾ SI യൂണിറ്റിൽ എടുക്കും അല്ലേ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇവിടെ 1 ആക്കണമെങ്കിൽ ഇവിടെ എല്ലാം 1 ആയാൽ പോരെ. അപ്പോൾ 1 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറയുന്നത് അത് 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ നടത്താൻ പറ്റിയ ഫോഴ്സാണ് അല്ലേ? അപ്പോൾ ഈ 1 ന്യൂട്ടൺ ഫോഴ്സ്, 1 കിലോ മാസ്, 1 ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കെ യു എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കെ ഒഴിവാക്കിയിട്ട് എന്ത് എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ആദ്യത്തെ ലോ ഓഫ് മോഷനിൽ നമ്മൾ ഇനർഷ്യയായിട്ട് അതിനെ ബന്ധപ്പെടുത്തി, ഇവിടെ നമ്മൾ മൊമെൻറ്റവുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. എഫ് എന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നതാണ് ഇവിടുത്തെ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച്, ഇത് വെച്ചിട്ട് നോക്കിയാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കൂടുമ്പോൾ ആര് കൂടും? ഫോഴ്സ് കൂടും.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കുറയുമ്പോൾ ഫോഴ്സ് കുറയും. ഫോഴ്സ് എന്ന് വെച്ചാൽ ഇമ്പാക്റ്റ് ഓഫ് ഫോഴ്സ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോഴ്സ് നമുക്ക് കാണാനോ അനുഭവിക്കാനോ ഒന്നും പറ്റില്ല, അതിൻ്റെ ഇഫക്റ്റാണ് അറിയുന്നത്. അപ്പോൾ ആ ഇഫക്റ്റിനെ നമുക്ക് വ്യത്യസ്തപ്പെടുത്താൻ കഴിയും. അതിന് ചില ഉദാഹരണങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് ആ ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കണം, ചില സ്ഥലത്ത് നമുക്ക് ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റ് കൂട്ടണം. അപ്പോൾ അതിന് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കുറേ സിറ്റുവേഷൻസ് പഠിച്ചു വെക്കണം. അതായത് ഒരു കരാട്ടെ പ്ലെയർ, സാധാരണ കരാട്ടയിൽ നിങ്ങൾ പല സ്റ്റേജസ് കഴിഞ്ഞ് ഓരോ ബെൽറ്റൊക്കെ എടുത്ത് പോയി അവസാനം ഒരു സ്റ്റേജ് വരും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, കുറേ സ്ലാബ് അടുക്കി വെച്ചിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് അതിനെ പൊട്ടിക്കും അല്ലേ. ആ ഒരു ഹിറ്റിൽ നിങ്ങളുടെ കൈയുടെ ആ പവറാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. കരാട്ടയിൽ കൂടുതലും നമ്മുടെ കയ്യിലും കാലിലും പവറല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവർ ചിലപ്പോൾ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ഒരു സ്ലാബ് ആയിരിക്കും, പിന്നെ കുറേ പൈലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അവർ ഒറ്റ തട്ടിന് പൊട്ടിക്കും അല്ലേ. അത് ഭയങ്കര അത്രയും സ്ട്രെങ്ത് വരണം. പക്ഷെ അവരുടെ മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ടോ, അവരിങ്ങനെ ഇങ്ങനെ കറക്റ്റ് അത് ഇത് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ടാണ് അവർ ചെയ്യുന്നത്. ഫൈനലി മൊമെൻറ്റം എന്തായിട്ട് വരും, സ്റ്റോപ്പ് ആകുമ്പോൾ മൊമെൻറ്റം 0 ആവും. പക്ഷെ ആ റേറ്റ് ഓഫ് ചേഞ്ച് എത്ര ലാർജായി കിട്ടുമോ അത്രയും എന്തായിട്ട് മാറും, ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റും കൂടും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം അപ്പോൾ ടൈമാണ്. അപ്പം നമ്മൾ ടൈം ഇൻ്റർവെൽ നമുക്ക് എത്ര കുറച്ച് കൊടുക്കുന്നോ അത്രയും കൂടുതൽ നമുക്ക് ഫോഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ എത്ര സ്പീഡിൽ ഇങ്ങനെ വെട്ടുന്നോ അപ്പോൾ അതെന്ത് സംഭവിക്കും, ആ ടൈം കുറവായതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഹാപ്പനിങ് അറ്റ് എ വെരി ഹൈ സ്പീഡ്, അത് ഭയങ്കര ലാർജ് ക്വാണ്ടിറ്റി ആവുന്നത് കൊണ്ട് തന്നെ എന്തായിട്ട് മാറും, നമ്മുടെ ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ കരാട്ടയിൽ ഉപയോഗിക്കുന്നത്. ഇനി ക്രിക്കറ്റ് കളിക്കുന്ന ഫീൽഡേഴ്സ് കണ്ടിട്ടുണ്ടോ, അവരിങ്ങനെ ക്യാച്ച് എടുക്കുമ്പോൾ, ബോൾ വന്നു ക്യാച്ച് എടുക്കുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് വരുന്ന ബോളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ക്രിക്കറ്റ് ബോളിന് അത്യാവശ്യം മാസമുണ്ട്, വെലോസിറ്റി ഹൈ ആണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വലിയ ഇഞ്ചുറി ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പിറകിലോട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പിടിക്കും അല്ലേ. ഈ ഫീൽഡർ ബോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് പിടിക്കുന്നത്, അവർ ഇവിടെ വെച്ച് നിർത്തില്ല, ആ കൈ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുവരും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ മൊമെൻറ്റം 0 ആകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ 0 ആയിട്ട് നിന്നാൽ ഇമ്പാക്റ്റ് കൂടുതലാണ്. അപ്പം നമ്മൾ 0 ആകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സമയം കൊടുക്കുന്നു. സമയം കൂട്ടി കൊടുക്കുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്തായിട്ട് മാറുന്നു, കുറയുന്നു. അപ്പോൾ എന്ത് പറ്റും, ഫോഴ്സും കുറയുന്നു, അപ്പം ഇമ്പാക്റ്റ് കയ്യിൽ വരുന്നത് കുറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ആ മൊമെൻറ്റം കുറയാൻ കൂടുതൽ സമയം കൊടുത്താൽ ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റും കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ചിലർ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഇൻ കേസ് കാറിൻ്റെ ബ്രേക്കൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ചെന്നൊരു മരത്തിലോ ഒരു മതിലിലോ ഇടിക്കുന്നേക്കാൾ സേഫാണ് ഒരു വൈക്കോൽ കൂനയിലോ ഒരു സാൻഡ് ഡ്യൂൺ അല്ലെങ്കിൽ ഒരു മണൽ കൂമ്പാരത്തിലൊക്കെ പോയി ഇടിച്ചാൽ അത്രയ്ക്ക് ഇമ്പാക്റ്റ് വരില്ല. കാരണം അവിടെ അതിനകത്തേക്ക് അതിനങ്ങ് കുറച്ച് സഞ്ചരിച്ച് അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള സമയം കിട്ടും. ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അത്ലീറ്റ്സ് ഹൈ ജമ്പ് ഒക്കെ ചാടുന്ന കുട്ടികൾ നേരെ തറയിലാണോ വന്ന് വീഴുന്നത്, ഇല്ല. ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ നല്ല തിക്കായിട്ടുള്ള ഒരു ബെഡ് അല്ലെ, ഒരു ഫോം ബെഡ് ആയിരിക്കും അവിടെ ഉള്ളത്. അവിടെ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാൻഡ് ആണെന്ന് വിചാരിക്കുക, മണ്ണിലായിരിക്കും അവർ വന്ന് വീഴുന്നത്. ഇപ്പോൾ ലോങ് ജമ്പ് ആയാലും വന്ന് ചാടുന്നത് മണ്ണിലേക്കാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, അവർ വന്ന് വീഴുമ്പോൾ ഉടനെ നിൽക്കുന്നില്ല, അവരൊന്ന് കുറച്ച് അതിലേക്ക് കുഴിഞ്ഞു പോകുന്നുണ്ടല്ലേ. അപ്പോൾ അത്രയും സമയം കിട്ടും അവർക്ക് ആ 0-യിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയും. അതല്ല അവർ സിമെന്റ് തറയിലൊക്കെ വന്ന് വീണാൽ അവിടെ വെച്ചൊക്കെ നിൽക്കുകയാണ്, സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ആണ്, അത് അവർക്ക് വലിയ ഇഞ്ചുറി ഉണ്ടാക്കും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.